ഒന്നാം തരത്തിലെ കുട്ടികൾ LP, UP, HS എന്നീ ക്രമത്തിൽ ഇരിക്കണമെന്ന് ഇരുത്താൻ രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക, അധ്യാപകർ ശ്രദ്ധിക്കുക. നമ്മുടെ കാസർഗോഡിന് തിളക്കം Body
NMMS പരീക്ഷകളിലും നമ്മുടെ കുട്ടികൾ കെട്ടായി കൈകോർത്തപ്പോഴാണ് നമുക്ക് പ്രത്യേകിച്ചും കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിലേക്ക് കടക്കുകയാണ്. ഉദ്ഘാടനം ചെയ്യുന്നത് കാഞ്ഞങ്ങാട് സംസ്ഥാനമാണ്. നമ്മുടെ കുട്ടികൾ ഈ സമ്മർ വെക്കേഷൻ കഴിഞ്ഞ് വിവിധങ്ങളായിട്ടുള്ള ആക്ടിവിറ്റീസൊക്കെ കഴിഞ്ഞ് നമ്മുടെ സ്കൂളുകളിലേക്ക് എത്തിയേക്കാണ്. ഒരുപാട് പ്രതീക്ഷകളോടെയായിരിക്കും കുട്ടികളും മാതാപിതാക്കളും എല്ലാവരും ഇവിടെ സ്കൂളുകളിലേക്ക് എത്തിയിട്ടുള്ളത്. എന്നാൽ ഈ 2 മാസം സ്കൂളില്ലാത്ത സമയത്ത് എല്ലാവർക്കും അത് തന്നെയാണ്. പ്രത്യേകിച്ച് സ്കൂളുകളാകുമ്പോഴേ കുട്ടികളുണ്ടാകുമ്പോഴാണ് ഏറ്റവും ആക്റ്റീവായിട്ടുണ്ടാകുക. ടീച്ചർമാർക്കായാലും നമ്മുടെ ഒരു കാര്യം തന്നെയായാലും നമ്മൾ സാധാരണ ഈ സ്കൂളുള്ള സമയത്തേക്ക് ഒരുപാട് സ്കൂളിൻ്റെ പരിപാടികളൊക്കെ ഉണ്ടാകാറുണ്ട്. കുട്ടികളായിട്ട് ഒരുപാട് ഇൻട്രാക്ഷൻ ഉണ്ടാകാറുണ്ട്. കാസർഗോഡ് വന്നതിന് ശേഷം വന്ന സമയം എക്സാംസിൻ്റെ സമയമായാലും അതിനുശേഷം വെക്കേഷനായി ഇപ്പോഴാണ് സ്കൂൾ തുറന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ അധികമായിട്ട് സ്കൂളുകളുടെ സന്ദർശനമോ കുട്ടികളായിട്ട് ഇൻട്രാക്ഷൻ നടത്താൻ സാധിച്ചിട്ടില്ലായിരുന്നു. എന്തായാലും ഇന്നത്തെ ദിവസം ഇവിടെ എത്തിയിട്ടുള്ള കുട്ടികൾക്ക് സംസ്ഥാനത്ത് മൊത്തത്തിൽ പുതിയ ഒരു വിദ്യാഭ്യാസം ആരംഭിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും എല്ലാവരുടെ ആശംസകൾ അറിയിക്കുകയാണ്. നന്ദിനി ആകെ, നന്ദിത ആകെ, സത്യജിത്ത് MP, അതുപോലെ തന്നെ പുതുതായി കടന്നു വരുന്ന വിദ്യാർത്ഥികളിൽ വലിയ ഒരു സന്തോഷത്തിന്റെയും അതുപോലെ തന്നെ ഒരു വലിയ ആഘോഷമായി ആ കുട്ടികൾക്ക് വിദ്യ നേടാനുള്ള മാനദണ്ഡമെന്നും മിടുക്ക് മാനദണ്ഡമാക്കിക്കൊണ്ട് വിദ്യ നൽകാനുള്ള നടപടി ഭരണകൂടത്തിന്റെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്തപ്പോൾ കേരളത്തിലെ സകലമാന കുട്ടികൾക്കും പണം നോക്കാതെ മിടുക്ക് മാനദണ്ഡമായി വിദ്യ നേടാൻ കഴിഞ്ഞ ഒരു സാഹചര്യം കേരളത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ എത്ര പാവപ്പെട്ട വീട്ടുന്ന കുട്ടികളായാലും അവർക്കെല്ലാം മിടുക്കനാണെങ്കിൽ പഠിച്ചു വരാനുള്ള സാഹചര്യം ഉണ്ടായി. അങ്ങനെ പഠിച്ചു വരുന്ന അല്ലെങ്കിൽ വലിയ വിദ്യാഭ്യാസം നേടിയ രക്ഷിതാക്കളുടെ കുട്ടികളാണ് ഇന്ന് സ്കൂളുകളിലേക്ക് 1ാം ക്ലാസ്സിലായാലും തുടർന്ന് മറ്റ് ക്ലാസ്സുകളിലേക്കൊക്കെ വരുന്നത്. ആ നിലയിൽ എല്ലാവർക്കും വിദ്യ നേടാൻ കഴിഞ്ഞതിന്റെ ഒരു പ്രത്യേകത ഈ കേരളത്തിൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ കാണണം. ഞാൻ അതുകൊണ്ടാണ് ഞാൻ 1ാം ക്ലാസ്സിൽ ചേരുമ്പോൾ ആ നിലയിലുള്ളൊരു സാഹചര്യമല്ല നമ്മുടെ സംസ്ഥാനത്ത്. ആ നിലയിലേക്ക് ഉയർന്നു വന്നിരുന്നില്ല. എല്ലാ രക്ഷിതാക്കളും വിദ്യ നേടിയവരൊന്നും ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ വിദ്യാലയങ്ങളെല്ലാം ഇന്ന് മികവിന്റെ കേന്ദ്രങ്ങളായി മാറി. ഭൗതിക സാഹചര്യത്തിന്റെ കാര്യമായാലും ഏത് കാര്യമെടുത്ത് പരിശോധിച്ചാലും വിദ്യാലയങ്ങളെല്ലാം വലിയ പുരോഗതിയാണ് നേടിയിട്ടുള്ളത്. പഠനത്തിന് ഒരു അവധി നിശ്ചയിച്ച് അത് പിന്നെ കാസർഗോഡ് ജില്ലയിലെ ഈ വർഷത്തെ സ്കൂൾ പ്രവേശനം ഉത്സവമായി സംഘടിപ്പിക്കുന്നു എന്നതിൽ ഏറെ സന്തോഷമുണ്ട്. ഒരു അധ്യയന വർഷത്തിന്റെ ആരംഭം നമുക്കെല്ലാം പ്രതീക്ഷ നൽകുന്നു, സന്തോഷം നൽകുന്നു. ആദ്യമേ സ്കൂളുകളിലേക്ക് വരുന്ന കുട്ടികൾ നിരവധി പേരുണ്ട്. അവരെല്ലാവരെയും കേരള സർക്കാരിനു വേണ്ടി, കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന ഏവർക്കും വേണ്ടി ഞാൻ സ്നേഹത്തോടെ ഈ വിദ്യാലയ അന്തരീക്ഷത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. മധ്യവേനൽ അവധി കഴിഞ്ഞ് വീണ്ടും വിദ്യാലയത്തിന്റെ തിരുമുറ്റത്തേക്ക് എത്തുന്ന കുട്ടികളുമുണ്ട്. അവരും ഈ വിദ്യാലയത്തിലേക്ക് ഈ അധ്യയന വർഷം സ്നേഹത്തോടെ, പ്രതീക്ഷയോടെ, ഉന്മേഷത്തോടെ കടന്നുവരുന്നു. അവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ വിദ്യാലയത്തിന്റെ സവിശേഷത ഞാൻ മനസ്സിലാക്കുന്നു. വളരെ നല്ല നിലയിൽ അധ്യയന അന്തരീക്ഷം നിലനിൽക്കുന്ന, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നന്നായി നടക്കുന്ന, പാഠ്യാനുബന്ധ പ്രവർത്തനങ്ങൾ നല്ല നിലയിൽ പുരോഗമിക്കുന്ന ഒരു വിദ്യാലയമാണ്. ഈ അധ്യയന വർഷത്തിൽ സ്കൂൾ പ്രവേശനോത്സവത്തിന് ആതിഥേയത്വം വഹിക്കുന്ന
വിദ്യാലയം എന്നത് ഏറെ സന്തോഷകരമാണ്. ഇവിടുത്തെ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഞാൻ പ്രത്യേകമായിട്ടുള്ള നന്ദിയും അതുപോലെ തന്നെ ആശംസകളും നേരുകയാണ്. നമുക്കറിയാം, മനുഷ്യൻ വിശേഷാൽ ബുദ്ധിയുള്ള ഒരു ജീവിയാണ്. ആ മനുഷ്യന്റെ ബുദ്ധിശക്തിയെ അറിവിന്റെ മേഖലയിലൂടെ, പ്രവർത്തനങ്ങളിലൂടെ നന്മയിലേക്ക് നയിക്കാനും വളർത്താനുമാണ് വിദ്യാഭ്യാസം. വിദ്യാഭ്യാസത്തിലൂടെ നമുക്ക് പല ലക്ഷ്യങ്ങളുമുണ്ട്. അറിവ് സമ്പാദനം അതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എങ്കിൽ കേവലം കുറെ വിഷയങ്ങളെക്കുറിച്ചുള്ള അറിവ് സമ്പാദനം മാത്രമല്ല വിദ്യാഭ്യാസത്തിന്റെ ഉന്നത ലക്ഷ്യങ്ങൾ. വിദ്യാർത്ഥിനികളുടെ സ്വഭാവ രൂപവൽക്കരണം, വ്യക്തിത്വ വികസനം, ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. നല്ല മക്കളായി നാളത്തെ നാടിന്റെ നന്മയുടെ പ്രതീകങ്ങളായി നമ്മുടെ കുട്ടികൾക്ക് വളർന്നു വരാൻ സാധിക്കണം. അവരെ അത്തരത്തിൽ വളർത്തിയെടുക്കാൻ ഈ വിദ്യാലയ അന്തരീക്ഷം ഉപകരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. തൃക്കരിപ്പൂര് കൈക്കോട്ടുകടവ് PMSA PTS വെക്കേഷണറി ഹയർ സെക്കൻഡറി സ്കൂൾ ഇത്തരത്തിൽ വളരെ മഹനീയമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു പ്രത്യേക അന്തരീക്ഷം ഇവിടെ നിലനിൽക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. PMSA പൂക്കോറ്റങ്ങൾ സ്മാരക VHS സ്കൂൾ ഇവരുകളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. മാധ്യമപ്രവർത്തകരെ, നല്ലവരായ നാട്ടുകാരെ, ഏവർക്കും വേദിയിൽ സന്നിഹിതരായിട്ടുള്ള മറ്റ് മുഴുവൻ ശ്രീ അർജുൻ പാണ്ഡ്യൻ IAS, മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വിഷയിച്ച ഈ ജില്ലാ പ്രദേശോത്സവത്തിന്റെ ഉദ്ഘാടകൻ